ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മെയ് 15 വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി അപ്ഡേറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി വാട്സപ്പ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പല ന്യൂസുകളും നമ്മുടെ ഇടയിൽ സ്പ്രെഡ് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോളിസി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളുടെ ഫോണിനകത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ ഒരു പോളിസി വരാൻ പാടില്ലല്ലോ. പക്ഷേ ഇന്നലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഈ 14 വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഈ ഒരു പേജ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പേജിലോട്ട് പോയി കഴിഞ്ഞാലും ഇവിടെ പറയുന്നത് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഗോ ഇൻ ടു എഫക്റ്റ് ഓൺ മെയ് 15, 2021 തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിസിക്ക് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഇത് ക്ലോസ് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രൈവസി പോളിസി അപ്ഡേറ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി ഈ പറയുന്ന പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്തവർക്ക് ഈ രീതിയിലൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നില്ലായിരിക്കാം. അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് ഇത് പല സമയത്തായിട്ടായിരിക്കും വരുന്നത്. എല്ലാവർക്കും ഒരേ സമയത്തല്ല ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഇനി ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങളെ കാണിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ദിവസങ്ങൾ കൂടി വാട്സപ്പ് നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് അതിനകത്ത് ചാറ്റ് ചെയ്യാൻ പറ്റും, വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും, വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, മെസ്സേജസ് റിസീവ് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാട്സപ്പിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്സപ്പ് ഒരു നിർബന്ധിതമായിട്ട്, അതായത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് തന്നെയുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷനും കൂടെ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും വാട്സപ്പ് കൊണ്ടുതരുന്നത്. അപ്പോൾ അതിന് മുൻപേ ഉള്ള വാണിങ്ങുകളായിട്ടാണ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് നിരന്തരമായിട്ട് വാട്സപ്പ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരാനായിട്ടാണ് ഇനിയുള്ള ചാൻസ് നമ്മൾ കാണുന്നത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിന് മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെയൊക്കെ കുറേയധികം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതുവരെയും നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നോളും. അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനിടയ്ക്കായിരിക്കും നിങ്ങൾ പുതിയതായിട്ട് വാട്സപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത്, ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത വഴിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ തന്നെയായിരിക്കും വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീസിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരും, വെയിറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും വരും. ആളുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഈ പ്രൈവസി പോളിസി വന്ന ഇടയ്ക്ക് പറഞ്ഞിരുന്നത് വാട്സപ്പിൽ സാധാരണ ചാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഫേസ്ബുക്കിന് ഷെയർ ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നല്ലോ കാര്യങ്ങൾ വന്നിരുന്നത്. പിന്നീട് വാട്സപ്പ് തന്നെ അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ട് എത്തി. ഈ പറയുന്ന കാര്യങ്ങൾ ബിസിനസ് അക്കൗണ്ട്, വാട്സപ്പിന് രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഒന്ന് പേഴ്സണൽ അക്കൗണ്ടും ഒന്ന് ബിസിനസ് അക്കൗണ്ടും. അപ്പോൾ ബിസിനസ് അക്കൗണ്ടുകളുമായിട്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസാണ് ഈ പറയുന്ന ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് വാട്സപ്പ് തന്നത്. അല്ലാതെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നില്ല എന്നാണ് വാട്സപ്പ് വിശദമാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആണോ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ബിസിനസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ കൂടുതലായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്നത്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് അക്കൗണ്ടുമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അതേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അല്ലാതെ വാട്സപ്പ് കളയുക എന്നുള്ള ആ ഒരു മെത്തേഡല്ല നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ബിസിനസ് അക്കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. വാട്സപ്പിനുള്ളിൽ സാധാരണ അക്കൗണ്ടും ബിസിനസ് അക്കൗണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുക്കുകയാണ്. ഈ ചാറ്റിൽ ഞാനൊരാളെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ കണ്ടോ, ഇതൊരു സാധാരണ അക്കൗണ്ടാണ്. ഇതിനകത്ത് നമ്മൾ ചാറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ മെസ്സേജ് പോകും, റിപ്ലൈ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം ഞാൻ വേറെ ഒരു ചാറ്റ് കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ചാറ്റ് എടുത്തപ്പോൾ കണ്ടില്ല, ഇവിടെ നേരെ എഴുതി കാണിക്കുന്നുണ്ട്, ദിസ് ചാറ്റ് ഈസ് വിത്ത് എ ബിസിനസ് അക്കൗണ്ട്. അപ്പം ഈ അപ്പുറമുള്ള ആളെന്ന് പറയുന്നത് ഒരു ബിസിനസ് അക്കൗണ്ടാണ് ഈ നമ്പറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്ന ചാറ്റുകൾ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കണം. ഇത് ഇങ്ങനെയുള്ള ചാറ്റുകളാണ് ഷെയർ ചെയ്യും, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന ചാറ്റുകൾക്കല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി, നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ
ബിസിനസ് പരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ഫോട്ടോസ്, വീഡിയോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് സേഫ്. ഇതുപോലും പറ്റുന്നില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ, സിഗ്നലോ ടെലഗ്രാമോ അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാവരും അത് യൂസ് ചെയ്തെങ്കിലേ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. പിന്നെ വാട്സപ്പ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ മെയ് 15 ശേഷം കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന വാട്സപ്പ് അക്കൗണ്ടുകൾ ഉള്ള ആൾക്കാരുടെ, അതായത് ഒരു 120 ദിവസത്തോളം ഉപയോഗിക്കാതെ കിടക്കുന്ന വാട്സപ്പ് അക്കൗണ്ടുകൾ ഉള്ള ആൾക്കാരുടെ വാട്സപ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയും എന്ന് വാട്സപ്പ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് നിർബന്ധിതമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള നോട്ടിഫിക്കേഷൻ തരുമ്പോഴും അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ പിന്നീട് നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജിങ്ങോ കോളിങ്ങോ വീഡിയോ കോളിങ്ങോ വോയിസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും വാട്സപ്പ് അവരുടെ പ്രൈവസി പോളിസിക്കകത്ത് വിശദമാക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും എനിക്ക് 2 വാട്സപ്പ് ഉള്ളത് കൊണ്ട് ഒരു വാട്സപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു, ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.